നമ്മൾ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അഥവാ സമവാക്യ ജോഡികൾ എന്ന അധ്യായത്തിലെ ആദ്യത്തെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോ നോക്കാം. അതിൽ പേജ് നമ്പർ 10 5ാമത്തെ ചോദ്യം വായിക്കാം. ചോദ്യം ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഇൻ എ ക്ലാസ് ദർ ആർ 4 more girls than boys. In a day when only 8 boys were absent, the number of girls was twice the number of boys. How much boys and girls are there in the class? ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളുമായി ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്? അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുകയാണ് ആൺകുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ബോയ്സ് അല്ലെങ്കിൽ ആൺകുട്ടികൾ എത്ര എടുത്ത്? എക്സ് എന്നെടുത്ത്. ക്വസ്റ്റ്യനിൽ പറയണത് ആൺകുട്ടികളുടെ എണ്ണം എത്രയാണോ അത്രയും കാട്ടിയും 4 കുട്ടികളുടെ എണ്ണം കൂടുതലാണ് എന്ത്? പെൺകുട്ടികൾ. ആൺകുട്ടികളുടെ എണ്ണം എത്രയാണോ അതിൽ കൂടെ 4 കുട്ടികൾ കൂട്ടിക്കഴിഞ്ഞ് എത്രയായി? പെൺകുട്ടികളുടെ എണ്ണായി. പിന്നെ പറയണത് ഒരു ദിവസം എന്താ ഉണ്ടായത്? ആൺകുട്ടികളുടെ മൊത്തം എണ്ണത്തിൽ എത്ര ആൺകുട്ടികൾ വന്നില്ല? 8 ആൺകുട്ടികൾ ലീവായി. ഇവർ പറയണത് ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ എന്തില്ല? മാറ്റമില്ല. അവർ പറയുകയാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് 8 പേര് വന്നില്ല, അതിൻ്റെ 2 മടങ്ങ് 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? പെൺകുട്ടികളുടെ എണ്ണം കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇനി 2നെ ഉള്ളിലേക്ക് ഗുണിക്കുക. 2 × x 2x മൈനസ് 2 × 8 16 ഈക്വൽ ടു x + 4. ഇനി നമുക്ക് ഈ അക്ഷരങ്ങളിൽ എന്ത് ചെയ്യാം? ഒരുപോലെ ആക്കണം. അപ്പോൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2x - 16 = x + 4. ഇനി ഇവിടെ -16 എന്ത് ചെയ്യുക? ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2x = x + 4 മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ +16. അപ്പോൾ നമുക്ക് എഴുതാം 2x = x + 20. 2x = ഇവിടെ +x ആണ്, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ്. അപ്പോൾ 2x - x = 20. അപ്പോൾ 2x എന്നൊരു x പോയാൽ x = 20. നമ്മൾ ചോദ്യം അപ്പോൾ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട് എത്ര പെൺകുട്ടികളുണ്ട്? x എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ എണ്ണമായിരുന്നു. അപ്പോൾ നമുക്ക് എഴുതാം x = 20. ആരാണ്? ബോയ്സ് അല്ലെങ്കിൽ ആൺകുട്ടികൾ. നമുക്ക് എന്ത് ചെയ്യണം? പെൺകുട്ടികളുടെ എണ്ണം കാണണം. പെൺകുട്ടികളുടെ എണ്ണം എന്താ? x + 4. അപ്പോൾ ഗേൾസ് അല്ലെങ്കിൽ പെൺകുട്ടികൾ സമം x + 4. x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. അപ്പോൾ 20 + 4 സമം 24. ഇനി 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/4 ഏതാണ് ആ ഭിന്നസംഖ്യ? A fraction simplified after adding 1 to the numerator become 1/3. If instead 1 is added to denominator and then simplified, it become 1/4. What is the fraction? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഭിന്നസംഖ്യ വേണം, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ വേണം. ഭിന്നസംഖ്യയിൽ നമുക്ക് എങ്ങനെ എഴുതുക? ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ സമം, നമ്മൾ ഫ്രാക്ഷൻ എഴുതുമ്പോൾ x/y 2 സംഖ്യകളാണ്. അപ്പോൾ x/y, എക്സാമ്പിൾ പറയുന്നത് 7/5. അതൊക്കെ എന്ത് ഒരു ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനാണ്. എന്താ പറയണത് വെച്ചാൽ ആദ്യം ഈ ഭിന്നസംഖ്യയുടെ അംശം എന്ന് പറഞ്ഞാൽ മേലത്തെ അല്ലെങ്കിൽ ന്യൂമറേറ്റർ കൂടെ. അപ്പോൾ x/y ഇതിൻ്റെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ കൂടെ 1 കൂട്ടിയപ്പോൾ എനിക്ക് ഇത്ര ഉത്തരം കിട്ടി? 1/3 കിട്ടി. എന്താ പറഞ്ഞത്? ഈ ഫ്രാക്ഷൻ്റെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ കൂടെ 1 കൂട്ടിയപ്പോൾ 1/3 കിട്ടി. അപ്പോൾ ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത്. ഇനി പിന്നെ പറയണത് അതേപോലെ പറഞ്ഞു. ഇനി ഇതേ ഫ്രാക്ഷൻ
ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ഛേദത്തിൽ കൂടെ 1 കൂട്ടിയപ്പോൾ 1/4 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ അംശവും ഛേദവും എത്രയെന്ന് കണ്ടെത്തിയിട്ട് ഈ ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക വേണ്ടത്? കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. x+1/y സമം 1/3. ഇനി ഞാൻ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × x+1 ആവും. അപ്പോൾ 3 × x+1 = 1 × y. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്പർ ഞാൻ a എന്ന് കൊടുത്ത്. അതേപോലെ തന്നെ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. x/y+1 = 1/4. ഇതുപോലെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. x × 4 4x = 1 × 4y+1 എന്ന് പറഞ്ഞാൽ y+1. അതിന് ഇക്വേഷൻ നമ്പർ b എന്ന് ഞാൻ പേര് കൊടുത്തു. നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഒന്ന് y = എന്ന് പറഞ്ഞു, പിന്നെ 4x = എന്ന് പറഞ്ഞിട്ടു. ഇനി നമുക്ക് y എത്രയെന്നറിയാം? 3x+1 ആണെന്നറിയാം. അപ്പോൾ വൈനെ ഞാൻ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ വൈയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഴുതുക y = 3 × x+1 ഇൻ ഇക്വേഷൻ ബി. ഇതിനർത്ഥം ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ വൈയുടെ അവിടെ ഈ വാല്യൂ കൊടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞാൽ ബി. അപ്പോൾ 4x = y+1. y എത്രയെന്നറിയാം? 3 × x+1. അപ്പോൾ 4x = 3 × x+1 +1. നമുക്ക് എഴുതാം 4x = 3 × x 3x plus 1 × 3 3 plus 1. 4x = 3x plus 1 plus 3 4. ഇനി ഇവിടെ പ്ലസ് 3x = ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്. അപ്പോൾ 4x minus 3x = 4. 4x നിന്ന് 3x പോയാൽ ബാക്കി 1x സമം 4. x = 4. അപ്പോൾ നമുക്ക് മേലത്തെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ കിട്ടി. ഇനി താഴത്തെ ഡിനോമിനേറ്റർ y കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് x = 4 എന്നറിയാം. എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ എയിലോ ഒന്നെങ്കിൽ ബിയിലോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബിയിൽ ഇട്ട് കൊടുക്കുകയാണ്. x = 4 ഇൻ ബി. ബി പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ 4 × 4 = y+1. 4 × 4 16 = y+1. +1 = ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്. അപ്പോൾ 16 - 1 സമം y. 16 1 പോയാൽ 15 സമം y. അപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ എഴുതാം. x/y = x എത്രയാണ്? 4 4/15. ഇതാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഏഴാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ബാങ്കിൽ പോയിട്ട് 2 സ്കീമിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത്. ആ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തതിൽ ഫസ്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 7% പലിശ നിരക്ക്. രണ്ടാമത്തെ സ്കീമിൽ പൈസ ഇട്ടപ്പോൾ 6% പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പദ്ധതിയിൽ നിന്നും 6750 രൂപ പലിശ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓരോ പദ്ധതിയിലും എത്ര രൂപ വീതമാണ് ഇട്ടതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം വഴി നമുക്ക് എഴുതാം. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ആകെ തുക സമം 1 ലക്ഷം രൂപ. 10 100 1000 10,000 ലക്ഷം. 1 ലക്ഷം രൂപ ഇട്ട്. ഇനി ഫസ്റ്റ് സ്കീം ആകെ 1 ലക്ഷം രൂപയാണ് ഇട്ടത്. അതിലത്തെ കുറച്ച് പൈസ ഫസ്റ്റ് സ്കീമിലിട്ട്. എത്രയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് കൊടുത്ത്? എക്സ് എന്ന് കൊടുത്ത്. ഇനി സെക്കൻഡ് സ്കീം. ഫസ്റ്റ് സ്കീമിൽ 1 ലക്ഷം രൂപയാണ് ഇട്ടത്. ആദ്യത്തെ കുറച്ച് പൈസ ഇവിടെ ഇട്ട് എക്സ്. ആദ്യത്തെ ബാക്കിയാവുമല്ലോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ 1 ലക്ഷം മൈനസ് എക്സ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഫസ്റ്റ് സ്കീമിൻ്റെ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക്
സമം 7%. നമ്മൾ പലിശ നിരക്ക് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്ര പെർസെൻറ്റേജ് അപ്പോൾ എത്രയിൽ കാണുക? 100. അപ്പോൾ നമുക്ക് മാറ്റി എഴുതുമ്പോൾ 7/100. ഇനി സെക്കൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് എത്രയാണ്? 6%. അപ്പോൾ നമുക്ക് 6/100 എന്ന് എഴുതാം. നമുക്ക് കിട്ടിയ ടോട്ടൽ പലിശയുടെ പൈസ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയത് ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആകെ പലിശ കിട്ടിയത് 6750 രൂപയാണ്. എത്ര വർഷം കഴിഞ്ഞിട്ട്? ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ ഞാൻ ആദ്യം ഫസ്റ്റ് സ്കീമിൽ ഇട്ട പൈസ നമുക്കറിയില്ല, നമുക്കൊരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ പൈസയുടെ പലിശ കിട്ടും. ഒപ്പം സെക്കൻഡ് സ്കീമിൻ്റെ ഇട്ട പൈസയുടെ എന്ത് കിട്ടും? പലിശ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഫസ്റ്റ് സ്കീം അതിൻ്റെ പലിശയും സെക്കൻഡ് സ്കീമിൻ്റെ പലിശയും കൂടി നമുക്ക് ആകെ എത്ര കിട്ടിയെന്ന് പറഞ്ഞ് പലിശ മാത്രം 6750 രൂപ കിട്ടി. ഇത് നമ്മൾ ഓരോ സ്കീമിലും ഇട്ട പൈസയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എഴുതാം 7 × x 7x/100 പ്ലസ് ഇനി ഈ 6നെ ഈ ഓരോ ടേമായിട്ട് ഗുണിക്കുക. 6 × 1 ലക്ഷം, അപ്പോൾ 6 ലക്ഷം മൈനസ് 6 × x 6x/100 സമം 6750 രൂപ. നമുക്ക് എന്ത് ചെയ്യാം? താഴത്തെ ഡിനോമിനേറ്റർ എന്താ? സെയിമാ. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം? ഒരുപോലെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എഴുതാം ഇത് മൊത്തം എന്ത് ചെയ്യാം? ഒരുമിച്ച് എഴുതുമ്പോൾ 7x പ്ലസ് 6 ലക്ഷം മൈനസ് 6x/100 സമം 6750. ഇനി ഈ ഡിവൈഡഡ് ബൈ 100നെ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആയി ബാക്കി 7x പ്ലസ് 6 ലക്ഷം മൈനസ് 6x സമം 6750 × 100. ഇനി ഇവിടെ 7x എന്ന് 6x പോയി കഴിഞ്ഞാൽ ബാക്കി 1x പ്ലസ് 6 ലക്ഷം ഈക്വൽ ടു 6750. ഇവിടെ ഒരു 100 ഉണ്ട്, അപ്പോൾ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ 2 സീറോസും കൂടി എന്ത് ചെയ്താൽ മതി? ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്ലസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 6,70,50,000 മൈനസ് 6 ലക്ഷം. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ 6,70,70,000 നിന്ന് 6 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 75,000 രൂപ ആണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്കീം. ഇനി സെക്കൻഡ് സ്കീം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? 1 ലക്ഷത്തുനിന്ന് എന്ത് ചെയ്താൽ മതി? ഈ എക്സ് മൈനസ് ചെയ്താൽ മതി. ഇവിടെ 2 സീറോൻ്റെ കുറവുണ്ട് 1 ലക്ഷത്തിന്, അപ്പോൾ 0 കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഒരു സെക്കൻഡ് സ്കീമിൻ്റെ 1 ലക്ഷം മൈനസ് എക്സ്, അപ്പോൾ 1 lakh മൈനസ് 75,000. കുറച്ച് കഴിഞ്ഞാൽ 25,000 രൂപ കിട്ടും. ഇതാണ് സെക്കൻഡ് സ്കീമിൽ ഇട്ടുണ്ടാവുക പൈസ എന്ന് പറഞ്ഞാൽ. 8ാം ചോദ്യം ഒന്ന് വായിക്കാം. ഒരു സെക്കൻഡിൽ u മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും a മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്ക് വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ t സെക്കൻഡിലെ വേഗം u+at ആണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡും 5ാമത്തെ സെക്കൻഡിലെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണ്? ഇതാണ് 8ാം ചോദ്യം. ചോദ്യം നമുക്ക് വായിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം തോന്നും. നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിസിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ u+at. ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്കത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ u+at എന്ന് പറഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ വേഗം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് u+at. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 0 സെക്കൻഡിലും 1 സെക്കൻഡിലുമുള്ള സ്പീഡ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഇക്വേഷൻ
പ്ലസ് എ ടി. ടി എന്ന് പറഞ്ഞ 0 സെക്കൻഡ്, അത് എന്തിൻ്റെയാണ്? ടൈമിൻ്റെയാണ്. അത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും യു പ്ലസ് എ ഇൻറ്റു 0 ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 0 0. ബാക്കിയുടെ എന്തുണ്ടാവുക? യു. ഇനി ഒരു സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ടിയുടെ അവിടെ എത്ര കൊടുക്കുക? 1 കൊടുക്കുക. യു പ്ലസ് എ ഇൻറ്റു 1 ഈക്വൽ ടു എ ഇൻറ്റു 1 എന്ന് പറഞ്ഞ എ. അപ്പോൾ യു പ്ലസ് എ എന്ന് കിട്ടും. ഇതൊരു ഇക്വേഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ ഇക്വേഷനെ 1 എന്ന് നമ്പർ കൊടുത്ത്. അപ്പോൾ യു പ്ലസ് എ ഈക്വൽ ടു യു പ്ലസ് എ ഒരു സെക്കൻഡിലുണ്ടായ സഞ്ചരിച്ച ദൂരം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം യു പ്ലസ് എ ഈക്വൽ ടു 5. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്പർ കൊടുത്തു. ഇനി അപ്പോൾ 5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചെന്ന് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എടുക്കുക. യു പ്ലസ് എ ടി ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 5 ഈക്വൽ ടു യു പ്ലസ് 5a എന്ന് കൊടുക്കും. ഈ 5 സെക്കൻഡിൽ 13 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ യു പ്ലസ് 5a ഈക്വൽ ടു 13. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്പർ കൊടുക്കുക. ഇനി യു പ്ലസ് എ, നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അറിയാം. എന്താണ്? യു പ്ലസ് എ ഈക്വൽ ടു 5 ആണ് എന്നറിയാം. നമുക്ക് യു കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? പ്ലസ് എ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്. അപ്പോൾ യു ഈക്വൽ ടു 5 മൈനസ് എ. യു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ യു ഈക്വൽ ടു 5 പ്ലസ് എ എന്ന് വരെ കിട്ടി. യു ഈക്വൽ ടു 5 മൈനസ് എ. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ യു ഈക്വൽ ടു 5 മൈനസ് എ ഇൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. നമുക്കറിയാം ഇക്വേഷൻ യു പ്ലസ് 5a ഈക്വൽ ടു 13. യുവിൻ്റെ അവിടെ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 5 മൈനസ് എ പ്ലസ് 5a ഈക്വൽ ടു 13. ഇനി 5 മൈനസ് എ പ്ലസ് എ മൈനസ് എ പ്ലസ് 5a. നമ്മൾ എന്ത് ചെയ്യുക? 5 മൈനസ് എ പറഞ്ഞ ഒരു എന്നർത്ഥം. അപ്പോൾ 5 ഒരു വലിയ സംഖ്യയും ചെറിയ സംഖ്യ കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? 4. ഇത് വലുതും ചിഹ്നം എന്താ? പ്ലസ്. അപ്പോൾ 4a എന്ന് വരും. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ചെയ്തു? ഇതും ചെയ്തപ്പോൾ നമുക്ക് 4a എന്ന് കിട്ടി. അപ്പോൾ 5 പ്ലസ് 4a ഈക്വൽ ടു 13. നമുക്ക് 4a കണ്ടുപിടിക്കാൻ പ്ലസ് 5 ഈക്വൽ ടു അപ്പുറത്തേക്ക് മൈനസ് 4a ഈക്വൽ ടു 13 മൈനസ് 5. 13 മൈനസ് 5 8. അപ്പോൾ 4a ഈക്വൽ ടു 8. a ഈക്വൽ ടു 8/4 ഈക്വൽ ടു എത്ര കിട്ടും? 2 കിട്ടും. a നമുക്ക് കിട്ടി 2 മീറ്റർ പെർ സെക്കൻഡ്. ഒന്ന് a ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് u കണ്ടുപിടിക്കണം. u ഈക്വൽ ടു 5 മൈനസ് എ ഈക്വൽ ടു 5 മൈനസ് 2 സമം 3 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നത് എത്ര നിരക്കിലാണ് എന്നും യാത്രയുടെ തുടക്കത്തിലെ വേഗം എത്രയായിരിക്കുന്നായിരുന്നു. അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഈ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിലെ പേജ് നമ്പർ 10 എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.